ഓക്കെ, ബബിൾ ടീ ഉണ്ടാക്കുമോ? പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. വയോ ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ജാഗരി ഇടുക. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് നല്ലോണം കൂടെ ചൂടാക്കി ഉരുക്കി കുറുക്കി അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് ടപ്പിയോക്ക ഫ്ലേവർ ഓർ കപ്പപ്പൊടി 1 കപ്പിൽ 1/2 കപ്പ് ഇട്ടിട്ട് ഇതിന് മെല്ലെ ഇളക്കുക, കുറച്ചും കൂടി ഇടുക, മെല്ലെ ഇളക്കുക, കുറച്ചും കൂടി ഇടുക. ഇതിന് നല്ലോണം കുക്ക് ചെയ്ത് കുറുക്കി അങ്ങോട്ട് ഇടുക. ചൂടാറിയിട്ട് ബാക്കി പൊടിയും കൂടി ഇട്ട് നല്ലോണം കൂടെ കൈ കൊണ്ട് പിടിച്ച് കുഴച്ചും കൂടി ചപ്പാത്തി മാവ് കൂടെ ആക്കി എടുക്കുക. എന്നിട്ട് സിലിണ്ടർ പോലെ നീളത്തിൽ കൂടെ പരത്തിടുക. എന്നിട്ട് ഇതേപോലെ കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഇതേപോലെ പരത്തി നൂല് പോലെ കൂടെ ആക്കിയിട്ട് പിന്നെ കൂടെ കത്തി വെച്ച് കുടുകൂടാന്ന് കൂടെ ചെറുതാക്കി എന്നിട്ട് കൈ കൊണ്ട് ഉരുട്ടി ഇതേപോലെ ചെറിയ പേള് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് നേരെ അത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് കപ്പപ്പൊടി കൂട്ടിയിട്ട് നല്ലോണം കൂടെ ടോസ് ചെയ്ത് ഇളക്കി കൂടെ സെറ്റ് ആക്കിയിട്ട് കണ്ടില്ലേ നമ്മളെ പേൾസ് നല്ലോണം വെൽ കോട്ടഡ് ഉണ്ടാവും. എന്നിട്ട് നേരെ ചൂടുള്ളതിൽ ഇട്ട് കൂടെ തിളപ്പിച്ച് കൊണ്ട് എടുക്കുക. എന്നിട്ട് ഈ പേൾസ് ഒക്കെ ഇതേപോലെ പൊന്തി കിടക്കുമ്പോൾ സംഭവമായിട്ടോ. എന്നിട്ട് അങ്ങോട്ട് അത് ഊറ്റി അങ്ങോട്ട് എടുക്കുക. പേൾസ് സെറ്റ് ആയി കണ്ടില്ലേ, അത് അവിടെ കട്ടെ. എന്നിട്ട് ഒരു പാനിലേക്ക് ശർക്കര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ജാഗരി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ച് കുറുക്കി കൊണ്ട് സിറപ്പ് പോലെ കൂടെ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഊറ്റിയെടുത്ത ബോബ പേൾസ് അതിലേക്ക് ഇട്ട് ഇളക്കി കൊണ്ട് മുക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് കൊണ്ട് മാറ്റിക്കുക. നമ്മൾ ഉണ്ടാക്കിയ സിറപ്പ് കുറവാണെങ്കിൽ ഒന്നും കൂടി ബ്രൗൺ ഷുഗറിൽ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഒഴിക്കുക. അതെന്താണെന്ന് വെച്ചാൽ പേൾസ് കംപ്ലീറ്റ് മുങ്ങി കിടക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ബോബ പേൾസ് റെഡി. ഈ ബോബ പേൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 1 to 3 ആഴ്ച വരെ സുഖമായിട്ട് നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് ബബിൾ ടീ ഉണ്ടാക്കണ്ട. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീ ബാഗോ ചായപ്പൊടി എന്ത് വേണം ഇടാം. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. നല്ലോണം കൂടെ തിളച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അരിച്ചെടുക്കുക അല്ലെങ്കിൽ ടീ ബാഗ് മാറ്റുക. എന്നിട്ട് അതിലേക്ക് പ്യാൽ ഒഴിക്കുക, കുറച്ച് വനീല എക്സ്ട്രാ, കുറച്ച് കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. ഇവിടെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ചേർക്കട്ടോ. ഇവിടെ ഇനി നമുക്ക് നമ്മൾ ബോബ ടീ സെറ്റ് ചെയ്യാം. ആദ്യം ഒരു കപ്പ് എടുക്കുക. അതിലേക്ക് നമ്മൾ ബോബ പേൾസ് ഇടുമ്പോൾ ഇതേപോലെ സൈഡിലൊക്കെ ഇതേപോലെ കൂടെ ആക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് ഐസ്, അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ടീ അതിലേക്ക് ഒഴിച്ചിട്ട് മൊത്തം കൂടെ ഇളക്കി സെറ്റ് ചെയ്ത കണ്ടില്ലേ, സംഭവം സെറ്റ് ആയില്ലേ. എന്നിട്ട് ഇളക്കി ഒരു പിടുത്തം കൊണ്ട് പിടിച്ചുണ്ടല്ലോ, സ്വർഗം. അതാണ് നമ്മുടെ ബോബ ടീ റെസിപ്പി. ഇത് നമുക്ക് ഏത് ഫ്ലേവർ വേണം ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ. ഈ റെസിപ്പി ട്രൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. അതവരെ ഗൈസ്, ഓക്കെ, ബൈ.